ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബറക്കത്തിന് വേണ്ടി അവിടുത്തെ ശറഫാക്കപ്പെട്ട തലയിൽ നിന്ന് മുടി വിതരണം ചെയ്തു. മുടി കളഞ്ഞ് ഹജ്ജത്തുൽ വദായിൽ മുടി കളഞ്ഞ് ആ മുടി ബറക്കത്തിന് വേണ്ടി വിതരണം ചെയ്തു. അവിടെ ആ ഹദീസിൽ നിന്ന്, ആ സംഭവത്തിൽ നിന്നാണ് മുടിയും ബറക്കത്തും എന്ന വിഷയത്തിലെ പഠനം ആരംഭിക്കേണ്ടത്. മുടിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ പഠനം നടത്തുമ്പോൾ ധാരാളം ഹദീസുകൾ അതിലേക്ക് കടന്നു വരും. അതിലെ ഒന്നാമത്തെ ഹദീസ് തിബ്ബുൻ നബവി പഠനത്തിലെ 52-ാമത്തെ ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുലു സൈത വദ്ഹിനു ബിഹി ഫഇന്നഹു മിൻ ഷജറത്തിൻ മുബാറക. നിങ്ങൾ സെയ്ത്ത് ഭക്ഷിക്കുകയും അതുകൊണ്ട് എണ്ണ തേക്കുകയും ചെയ്യുക. ഫഇന്നഹു മിൻ ഷജറത്തിൻ മുബാറക, അത് ബറക്കത്താക്കപ്പെട്ട ഒരു മരത്തിൽ നിന്നുള്ളതാകുന്നു. അപ്പൊ ഈ ഹദീസിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. സെയ്ത്ത് തിന്നുക എന്ന് പറഞ്ഞാൽ സെയ്ത്ത് എണ്ണ ഭക്ഷിക്കുക എന്നും പറയാം, സെയ്ത്തിന്റെ കായ, സെയ്ത്തൂൻ കായ ഭക്ഷിക്കുക എന്ന് നോക്കാം. വദ്ഹിനൂബി എന്ന് പറഞ്ഞാൽ പിന്നെ കായ അരച്ച് തേക്കാന്നല്ല, അത് സെയ്ത്തെണ്ണ തേക്കുക തന്നെ. ഫഇന്നഹു മിൻ ഷജറത്തിൻ മുബാറക, അത് ബറക്കത്താക്കപ്പെട്ട ഒരു മരത്തിൽ നിന്നുള്ളതാകുന്നു. അപ്പൊ ബറക്കത്താക്കപ്പെട്ട മരം, ബറക്കത്താക്കപ്പെട്ട ഭാഗത്തേക്ക്, അതാണ് തലയിലേക്ക്. മനുഷ്യരീയത്തില് ഏറ്റവും ബറക്കത്തുണ്ടാവേണ്ട ഒരു ഭാഗം തലയാണ്. ഏറ്റവും ബറക്കത്തുണ്ടാവേണ്ട ഒരു ഭാഗം തലയാണ്. വദ്ഹിനൂ ബിഹി, ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ റിബ്ബൻ എണ്ണ തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. റിബ് എന്ന് പറഞ്ഞതിന് ഒന്നരാടെന്ന് നമ്മൾ അർത്ഥം വെക്കലുണ്ട്. അത് ശരി തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഏറ്റവും ഫിറ്റായ അർത്ഥം ഇടക്കിടക്ക് എന്നാണ്. ഇടക്കിടക്ക് എണ്ണയ്ക്കുക, ശീലമനുസരിച്ചുകൊണ്ടുള്ള എണ്ണ തേപ്പ്. ദിവസം തേക്കുന്നവർക്ക് അങ്ങനെ തേക്കാം. ഒന്നരാടാണെങ്കിൽ അങ്ങനെ, 2 ദിവസം കൂടുമ്പോഴാണെങ്കിൽ അങ്ങനെ. തീരെ എണ്ണ തേക്കാത്തത് മഹത്വമായി പറയും ചിലവര്. നമ്മളെണ്ണയും തേക്കലില്ല, അത് വലിയ മഹത്വമൊന്നുമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണ തേച്ചിട്ടുള്ളത് കൊണ്ട് എണ്ണ തേക്കലാണ് മഹത്വം, എണ്ണ തേക്കാതിരിക്കലല്ല മഹത്വം. അതുകൊണ്ട് എണ്ണ തേക്കലാണ് മഹത്വം. സാധാരണ എപ്പോഴും തേക്കണ ആളൊന്നല്ല, പക്ഷെ ഇന്ന് തേച്ചിട്ടുണ്ട്. അത് അവിചാരിതമായി വന്നതാണ്, ഇത് വരേണ്ടി വരുന്നുള്ള ഓർമ്മയിൽ വന്ന ഒന്നല്ല. വെള്ളിയാഴ്ച രാവിലെ ഞാൻ എണ്ണ തേക്കും, അതിന് ഒഴിവിട്ടലുള്ളൂ എന്നുള്ളതാണ് സംഗതി. പോരാ, എണ്ണ തേക്കുക എന്ന് പറഞ്ഞാൽ തലയിൽ മാത്രമല്ല കേട്ടോ, എണ്ണ തേപ്പ് ശരീരം മൊത്തത്തിലാണ് എണ്ണ തേക്കുന്നത്. നിങ്ങൾ എണ്ണ തേക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് വദ്ഹിനൂ ബിഹി ഫഇന്നഹു മിൻ ഷജറത്തിൻ മുബാറക എന്ന് പറഞ്ഞാൽ തലയിൽ മാത്രം തേക്കാനൊന്നല്ല, ശരീരം മൊത്തം തേക്കാൻ തന്നെയാണ്. എണ്ണ തേക്കൽ ശരീരം മൊത്തമാണ്. എണ്ണ ആദ്യം തേക്കണം. വെളിച്ചെണ്ണയാണ് ഇപ്പം നമുക്ക് കിട്ടണതിൽ. സൈത്യം നമുക്കിപ്പോൾ അങ്ങനെ മേത്താതെ തേക്കാനൊന്നും കിട്ടൂലല്ലോ. വല്ലപ്പോഴും ഗൾഫിൽ നിന്ന് കൊടുന്ന ഒരു അരക്കുപ്പി ദേശം, അതിപ്പോൾ മേത്തക്കൂടിയും തേക്കാൻ നിന്നാൽ ഒരോട്ടം തേക്കാൻ തന്നെ തികയില്ല. അപ്പം അത് കുറച്ചൊക്കെ പെരുമാറാനേ പറ്റുള്ളൂ. എപ്പോഴും തേക്കാൻ ഇപ്പം നമുക്ക് കിട്ടുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പം എണ്ണ തേക്കാന്ന് നമ്മളിവിടെ പറയുമ്പോൾ എണ്ണ തേക്കുന്നതിൽ വെളിച്ചെണ്ണയാണ് ഒന്നാം സ്ഥാനത്ത്. നല്ലെണ്ണ ചില രോഗങ്ങളിൽ ഉപയോഗിക്കാം. ചില രോഗങ്ങൾക്ക് മരുന്ന് പറയുമ്പോൾ നല്ലെണ്ണ പറയുന്നുണ്ട്, അവിടെ നല്ലെണ്ണ. അല്ലാതെ എവിടെ എണ്ണ എന്ന് പറഞ്ഞാലും വെളിച്ചെണ്ണയാണ്, ശുദ്ധമായ വെളിച്ചെണ്ണ. അല്പം ഒരു കൈ, ഇടത്തെ കയ്യിൽ അല്പം എടുക്കാം, വലത്തെ കൈയിൻ്റെ ചൂണ്ടുവരലുകൊണ്ട് ലേശാക്കിയിട്ട് ആദ്യം മൂക്കിൻ്റെ ഓട്ടയിലാണ് തേക്കാം, അല്ലെങ്കിൽ ചെറിയ വിരലുകൊണ്ട്. പിന്നെ ആ വിരലല്ലാത്ത വേറൊരു വിരലുകൊണ്ട് എടുത്തിട്ട് കണ്ണിൻ്റെ തടത്തിൽ തേക്കണം. പിന്നെ തലേ തേക്കുക, പിന്നെ ശരീരമാസകലം തേക്കുക, കൈയിൻ്റെയും കാലിൻ്റെയും അടിയിൽ വരെ തേക്കണം.
കാലിൻ്റെ അടിയിൽ എണ്ണ തേക്കുക എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവം. കാലിൻ്റെ അടിയിൽ എണ്ണ തേക്കണം, മേലല്ല. കാലിൻ്റെ അടിയിൽ ശരിക്കും എണ്ണ തേക്കേണ്ട സ്ഥലമാണ്. ശരീരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട അവയവങ്ങളും സന്ധിക്കുന്ന സ്ഥലമാണ് കൈയിൻ്റെ അടിയിലും കാലിൻ്റെ അടിയിലും. അതുകൊണ്ട് കൈയിൻ്റെ അടിയിലും കാലിൻ്റെ അടിയിലും എണ്ണ തേക്കണം. ത്വബീബുമാർ പ്രത്യേകിച്ചും കൈയിൻ്റെ അടിയിലും കാലിൻ്റെ അടിയിലും എണ്ണ തേക്കണം. കൈയിൻ്റെ അടിയിലും കാലിൻ്റെ അടിയിലും തേക്കാൻ ഏറ്റവും നല്ല എണ്ണ ബദാമിൻ്റെ എണ്ണയാണ്. വില ലേശം കൂടുന്നു, അത്ര കുറച്ച് വില കൂടും. ബദാം ഓയിൽ, അതാണ് കൈയിൻ്റെ അടിയിലും നല്ല മാർദ്ദവും മിനുസവും. പിന്നെ നാടിയൊക്കെ പിടിച്ചു നോക്കണമെങ്കിൽ കൈ ഒരള്ളതായാൽ പറ്റില്ല, കയ്യിന് മിനുസം. തൊബീബുമാരുടെ കയ്യിന് നല്ല മയം വേണം. അതിന് ബദാം ഓയിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കയ്യിലും കാലിലും തലയിലും ശരീരത്തിലെ എല്ലായിടത്തും എണ്ണ തേക്കണം. അങ്ങനെ തേച്ച് കുളിക്കണം. ആരോഗ്യമുള്ള മനുഷ്യൻ ദിവസത്തിൽ 2 പ്രാവശ്യം എണ്ണ തേച്ച് കുളിക്കുന്നു. 2 പ്രാവശ്യം എണ്ണ തേക്കുക, 2 പ്രാവശ്യം കുളിക്കുക, 2 പ്രാവശ്യം നന്നായി മലശോധന ഉണ്ടാകുക. അത് ആരോഗ്യത്തിൻ്റെ വലിയൊരു രഹസ്യമാണ്. അവന് രോഗം ഉണ്ടാവില്ല. 2 പ്രാവശ്യം എണ്ണ തേച്ച് എണ്ണ തേക്കുക, അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുക, 2 പ്രാവശ്യം നന്നായിട്ട് മലശോധന ഉണ്ടാവുക. ദിവസത്തിൽ 1 പ്രാവശ്യം നന്നായി ഭക്ഷണം കഴിക്കുക, ബാക്കി അല്പാൽപം ഭക്ഷണം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. നന്നായി കഴിക്കുന്ന ഭക്ഷണം നാസ്തയായിരിക്കുക. ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലത്ത് താമസിക്കുക. ഇഷ്ടം പോലെ ശുദ്ധവായു എടുക്കുക. ആളുകളോട് നന്നായി പെരുമാറുക. വിനയം അതിലേറ്റവും പ്രധാനം. ഇതൊക്കെ ആരോഗ്യത്തിൻ്റെ രഹസ്യം തന്നെയാണ്. ഈമാനിനോട് ബന്ധപ്പെടുത്തി തിബ്ബുൻ നബവി കിതാബുകളിൽ ആരോഗ്യത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിമിൻ്റെ അത്തിബുൻ നബവിയിലെ ഹാഫിദു ദഹബിയുടെ അത്തിബുൻ നബവിയിലും ആരോഗ്യവും വിശ്വാസവും ഒരുമിച്ചാണ് ചർച്ചാ വിഷയമാക്കിയത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഓതാൻ പോകുന്ന ഈ ഹാഫിദു ദഹബിയുടെ തിബ്ബുൻ നബവിൻ്റെ 1-ാം ഭാഗത്ത് തന്നെ പിന്നെ ആരോഗ്യത്തെയും ഈമാനിനെയും തമ്മിലുള്ള അതിൻ്റെ കണക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഈമാൻ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യമാണ്. ഈമാൻ കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഇബാദത്താണല്ലോ. ഇബാദത്തിന് ആരോഗ്യമാണ്. അപ്പം ഈമാൻ കഴിഞ്ഞാൽ ഉണ്ടാവേണ്ട ഇബാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അഹബ്ബു സുആലി ഇലല്ലാഹി അൽ ആഫിയ. നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരോഗ്യത്തെ ചോദിക്കലാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മുടിയുമായി ബന്ധപ്പെട്ട, രോമവുമായി ബന്ധപ്പെട്ട ചർച്ച. മുടി എന്ന് പറഞ്ഞാൽ തലമുടി മാത്രമല്ല, താടിമുടി, കണ്ണിൻ്റെ മുകളിലുള്ള മുടി, മീശ, ശരീരത്തിൽ ആസകലമുള്ള രോമങ്ങൾ. ഈ രോമങ്ങളുമായി ബന്ധപ്പെട്ട് രോമങ്ങളും ഹവാവും, ഷഅറും ഹവാവുമായാണ് തിബ്ബുൻ നബവി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. വായുവുമായി, ഓക്സിജനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സാധനമാണ് രോമങ്ങൾ എന്ന് പറയുന്നത്. രോമം മനുഷ്യന് വലിയ സംരക്ഷണം നൽകുന്നുണ്ട്. അത് വായു മാധ്യമമാക്കിയാണ് ആ സംരക്ഷണം നൽകുന്നത് എന്ന് തിബ്ബുൻ നബവി ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുലു സൈത്ത, നിങ്ങൾ സൈത്ത് ഭക്ഷിക്കുക. വദ്ഹിനൂ ബി, അതുകൊണ്ട് നിങ്ങൾ എണ്ണ തേക്കുകയും ചെയ്യുക. ഫഇന്നഹു മിൻ ഷജറത്തിൻ മുബാറക, അത് ബറക്കത്താക്കപ്പെട്ട ഒരു മരത്തിൽ നിന്നുള്ളതാണ്. സൈത്തിന്റെ ബറക്കത്ത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. മിൻ ഷജറത്തിൻ സൈത്തൂനത്തിൻ മുബാറകത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ യകാദു സൈതുഹാ യുളീഉ വലൗ ലം തംസസ്ഹു നൂറുൻ അലാ നൂർ. നൂറാനിയത്തിന്റെ മേൽ നൂറാനിയത്ത് എന്ന തരത്തിൽ സൈത്തിനെ പരിചയം. എല്ലാവരും നൂറാനിയത്തുണ്ട്, നൂറാനിയത്ത് എല്ലാവരുണ്ട്. നൂറാനിയത്തിന്റെ ഇരട്ടി അതാണ് സൈത്തിലുള്ളത്. വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. സൈത്ത് മന്ത്രിക്കണ്ടാത്ത മരുന്നാണ്. അതിൽ ഓൾറെഡി മന്ത്രമുണ്ട്. ഈ ആയത്ത് അതിലുള്ള മന്ത്രമാണ്. അപ്പോൾ സൈത്ത് പിന്നെ മന്ത്രിക്കേണ്ട ആവശ്യമില്ല. നൂറാനിയത്ത് വർദ്ധിച്ച സാധനമായതുകൊണ്ട് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം.
ശരീരമാസകലം തേക്കുകയാണെങ്കിൽ അരക്കുന്ന കീഴ്പ്പെട്ട് തേക്കാം. ശരീരം മൊത്തം തേക്കുകയാണ്. ശരീരം മൊത്തം തേക്കണില്ലെങ്കിൽ അരക്കുന്ന കീഴ്പ്പെട്ട് മാത്രമായിട്ട് അത് തേക്കാതിരിക്കലാണ് നല്ലത്. അതൊരു മോശാക്കലാവും. ശരീരം മൊത്തം തേക്കുകയാണെങ്കിൽ കാലിൻ്റെ അടിയിലൊക്കെ തേക്കാം. അപ്പോൾ പിന്നെ പ്രശ്നമല്ല. അല്ലെങ്കിൽ പിന്നെ കാലിൻ്റെ അടിയിലൊന്നും തേക്കാതിരിക്കലാണ് നല്ലത്. കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അല്ല, ബദാം വേറെ സെയ്ത്ത് വേറെ. സെയ്ത്ത് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. കാരണം ഖുർആൻ പറഞ്ഞതല്ലേ. ബാക്കി എണ്ണയൊക്കെ അതിൻ്റെ താഴെന്നല്ലേ വരുള്ളൂ. ഖുർആനിൽ പറഞ്ഞ പ്രധാനപ്പെട്ട എണ്ണയാണ് സെയ്ത്ത് എണ്ണ. അതുകൊണ്ട് അതന്നെയല്ലേ ഒന്നാം സ്ഥാനത്ത് വരുന്നത്. കിട്ടാനുള്ള ലഭ്യത കുറവായതുകൊണ്ടാണ് ബാക്കിയുള്ള എണ്ണയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. പിന്നെ ഏതൊന്നും പ്രാദേശികമായി മറ്റൊരു സാധനം ഉണ്ടാവും. അത് തിബുൻ നബിയുടെ ഒരു പൊതു തത്വമാണ്. അപ്പോൾ ഈത്തപ്പഴത്തിന് പകരമായി ഓരോ പ്രദേശത്തും എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. ഇപ്പം നമ്മളെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ നേന്ത്രപ്പഴം അല്ലെങ്കിൽ തേങ്ങ. അത് നേന്ത്രപ്പഴമാണെന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്, തേങ്ങയാണെന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്. ലക്ഷദ്വീപിനെ സംബന്ധിച്ചാണെങ്കിൽ തേങ്ങ. അവിടെ വാഴ ഉണ്ടാവും പോലെ തെങ്ങുണ്ടാവും. ഒരു കുയ്യുന്നതിനെ 4 തെങ്ങ് അങ്ങനെ നിൽക്കണാണ്. നമ്മളവിടെ വാഴ ഉണ്ടാവും പോലെ അവിടെ തെങ്ങുണ്ടാവും. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒന്നുകിൽ വാഴപ്പഴം, നേന്ത്രപ്പഴം അല്ലെങ്കിൽ തേങ്ങ. ഈത്തപ്പഴത്തിന് അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ മിക്കവാറും ഗുണങ്ങളൊക്കെ അതിനുണ്ടാവും. ഇങ്ങനെ എല്ലാത്തിനും പ്രാദേശികമായ ഒരു സാധനം ഉണ്ടാവും. മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാ. അല്ലാഹു തആല ഒരു രോഗത്തെയും ഇറക്കുന്നില്ല അതിനുള്ള ശിഫയെ ഇറക്കിയിട്ടല്ല. അത് എവിടെങ്കിലും അല്ല. പിന്നെ രോഗം ഇറക്കണോട് തന്നെയാണ് ശിഫ ഇറക്കുന്നത്. അതുകൊണ്ട് ഒരു അസുഖം എവിടെയാണോ അവിടെ തന്നെ അതിനുള്ള മരുന്നുണ്ടാണ്. കണ്ടെത്താൻ പ്രയാസമാകുമ്പോൾ കണ്ടെത്തിയോട്ട് നമ്മൾ കൊണ്ടുവരുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ രോഗമുള്ളിടത്തൊക്കെ ആ രോഗത്തിനുള്ള ശിഫുണ്ട്, ആ രോഗത്തിനുള്ള മരുന്നുണ്ട്. മാത്രമല്ല ആദ്യം മരുന്നാണ് വരുന്നത്. ഇല്ലാ അൻസല ലഹു ശിഫ. ആദ്യം ശിഫ വന്നിട്ട് പിന്നെയാണ് രോഗം വരുന്നത്. ഇല്ലൻ്റെ ശേഷമുള്ളത് ആദ്യമാണ്. മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫ. ഷിഫായിനെ ഇറക്കിയിട്ടല്ലാതെ രോഗത്തെ ഇറക്കുന്നില്ല. അപ്പം ആദ്യം വന്നത് ശിഫയാണ്. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. സെയ്ത്ത് വളരെ നന്നായി ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖയ്യിം തൻ്റെ സാദുൽ മആദിൽ വിശദീകരിച്ചിട്ടുണ്ട്. സെയ്ത്തും അതിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ പ്രാധാന്യങ്ങളും എല്ലാം വളരെ വിശദമായി അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തൻ്റെ അത്തിബുൻ നബവിയിൽ, സുയൂത്തി ഇമാമിൻ്റെ ഒരു തിബുൻ നബവി ഉണ്ട്. നിലവിൽ അത്ര വ്യാപകമായി പ്രിന്റ് കിട്ടാത്തൊരു തിബുൻ നബവിയാണ് സുയൂത്തി ഇമാമിൻ്റെ. സുയൂത്തി ഇമാമിൻ്റെ തിബുർ റഹ്മ പ്രിന്റ് കിട്ടും. മാനവരുടെ തിബുൻ നബവി അങ്ങനെ പ്രിന്റ് നിലവിൽ കിട്ടാത്തതാണ്. അതിൽ തിബുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ പരിഭാഷ ഉണ്ട്. വചനം ബുക്സ് ഈ സുയൂത്തി ഇമാമിൻ്റെ തിബുൻ നബവിയുടെ പരിഭാഷ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ വാങ്ങാൻ കിട്ടേണ്ടതാണത്. എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഹദീസുകളും മരുന്നുകൾ തന്നെ പറയുന്ന ധാരാളം ഹദീസുണ്ട്. ഈ സെയ്ത്തിനെ കുറിച്ചുള്ള ഹദീസ് അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾ എണ്ണ തേക്കുക, നിങ്ങൾ എണ്ണ ഭക്ഷിക്കുക, അത് തേക്കുകയും ചെയ്യുക എന്ന ഹദീസ്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ.